ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കപ്പലണ്ടി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് 200 ഗ്രാം കപ്പലണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1-1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുക്കുമ്പോൾ ഈ കടലയിൽ ഈ മുളകും എല്ലാം ഉപ്പും എല്ലാം നല്ലപോലെ പിടിച്ച് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടി. അപ്പോൾ ഒരു 1/4 കപ്പ് കടലപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ കടലയിൽ ഈ മാവെല്ലാം നല്ലപോലെ ഒന്ന് കൊട്ടായി കിട്ടണം. നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും, ഒരുപാട് വെള്ളമായി പോകരുത്. ഒരല്പം മാത്രം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് തളിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഒത്തിരി അങ്ങ് ഇതായിപ്പോൾ, എന്നാൽ ഒത്തിരി ലൂസാവാനും പാടില്ല, ഒരുപാട് അങ്ങ് തിക്കായി കട്ടിയായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണ്ട നമുക്കിത് കടല അഴുക്കി എടുക്കാനായിട്ട്. ഈ മാവെല്ലാം ഇതിൽ കടലയിൽ നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ പരുവമായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കടല നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ എണ്ണ പാനയിൽ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കടല എണ്ണ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ ഒറ്റ കടലകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 2 ആയാലും ഒന്നും കുഴപ്പമില്ല, എന്നാൽ ഒരുപാട് കട്ടകട്ടായിട്ട് വീഴാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ കടല എല്ലാം അവരുടെ ദേഷ്യമെല്ലാം മാറി ആ തിളയെല്ലാം അങ്ങ് അടങ്ങി ഇപ്പോൾ അവർ ശാന്തരായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം കോരിയെടുക്കുക, അല്ലെങ്കിൽ പുറത്തെ മാവ് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും, കടല നല്ലപോലെ മൊരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നല്ലൊരു കുപ്പിയിലോ ഡപ്പയിലോ മാറ്റി അടച്ച് വെക്കുവാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്കിത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. വൈകിട്ട് സമയങ്ങളിലൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബായ്.